യേശുക്രിസ്തു ഈ ഭൂമിയിൽ വെളിപ്പെടുന്നതിന് 700 സംവത്സരങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. സ്തോത്രം. യെശയ്യാവ് 9:6 മുതൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിന്മേലുണ്ട്, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ സമാധാന പ്രഭു, അവൻ നിത്യപിതാവ്. ഹല്ലേലൂയ. അവൻ്റെ ആധിപത്യത്തിന് അതിൻ്റെ വർധനവിനും അവസാനമില്ല. ഹല്ലേലൂയ. സ്തോത്രം. അല്ലേ? അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകത്തില്ല. ബാക്കി എല്ലാത്തിനും അവസാനമുണ്ടാകും. ആർക്കാ അവസാനമില്ലാത്തത്? ആരംഭവും അവസാനവും ഇല്ലാത്ത ഒരുവനേ ഉള്ളൂ, അവൻ സാക്ഷാൽ ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആരംഭവും അവസാനവുമായവൻ. നോക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വരുവാൻ. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. എവിടെ? സ്തോത്രം. അറുക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ അവൻ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവ് എന്നെ നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അറുക്കപ്പെടാൻ പോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ കഷ്ടം സഹിക്കുവാൻ ഈ ഭൂമിയിൽ വെളിപ്പെട്ടു. കരമുയർത്തി നമ്മുടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രസംഗങ്ങൾക്കൊക്കെ പ്രസക്തിയുള്ളത്. ഹല്ലേലൂയ. നാം പാപത്തിൽ ജീവിക്കേണ്ട, പാപത്തിൽ മരിക്കേണ്ട. മാനവകുലം മുഴുവൻ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച് തീരേണ്ട സ്ഥാനത്ത് പാപത്തിൽ ജീവിക്കാതെ വണ്ണം, പാപത്തിൽ മരിക്കാതെ വണ്ണം എനിക്കും നിങ്ങൾക്കും രക്ഷ കൽപ്പിച്ച ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമം മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു ക്രിസ്തു.